ശാപങ്ങളിൽ മുങ്ങിത്താഴുന്ന ഒരു ലോകം, അതിൽ തിന്മയെന്ന ഒരാളുടെ ആൾരൂപത്തിന്റെ അംശത്തെ വിഴുങ്ങിയ ഒരു ബാലൻ. പിന്നീട് അവൻ എത്തിപ്പെട്ടത് മന്ത്രവാദികളുടെയും രാക്ഷസന്മാരുടെയും ശുദ്ധമായ ഭ്രാന്തിന്റെയും ലോകത്തിലേക്കാണ്. എല്ലാ കേഴ്സുകളും മനുഷ്യവിദ്വേഷത്തിൽ നിന്നാണ് ജനിക്കുന്നതെന്ന് അവർ പറയുന്നു. എന്നാൽ ഏറ്റവും അപകടകരമായ ശാപം നായകന്റെ ഉള്ളിൽ തന്നെ വസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ അധികാരം നൽകപ്പെടുന്നില്ല, അത് രക്തത്തിൽ നിന്ന് സമ്പാദിച്ചതാണ്. ഇത് യൂജി ഇറ്റഡോറിയുടെ കഥയാണ്. ശപിക്കപ്പെട്ട ഊർജങ്ങൾ ശുദ്ധമായ ഇച്ഛാശക്തിയെ കണ്ടുമുട്ടുന്ന ജുജുത്സു കൈസൺ എന്ന ഇതിഹാസം. ഓക്കെ ഫൈൻ, ജുജുത്സു കൈസൺ സീസൺ 1 ഏറ്റവും ചെറിയ ടൈമിനുള്ളിൽ ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വേൾഡ് ഓഫ് ജുജുത്സു കൈസൺ. ജുജുത്സു കൈസന്റെ ആ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കേഴ്സ് എനർജി വെച്ചാണ്, അതായത് ശാപങ്ങളുടെ ശക്തി. ഈ ശപിക്കപ്പെട്ട ശക്തി ഉത്ഭവിക്കുന്നത് മനുഷ്യന്റെ നെഗറ്റീവ് ഇമോഷൻസ് വെച്ചാണ്. അങ്ങനെ കാലാന്തരങ്ങളിൽ ഈ നെഗറ്റീവ് എനർജി ഒരു കേഴ്സുകളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഭീകര ജീവികളെ പോലെയായി മാറും. എന്നാൽ ഇവയെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ളവരാണ് ജുജുത്സു സോൾസർമാർ അല്ലെങ്കിൽ മന്ത്രവാദികൾ. സോ ഇങ്ങനെയുള്ള ഒരു ലോകത്തിലേക്ക് വരുന്ന നമ്മുടെ കഥാനായകനാണ് യൂജി ഇറ്റഡോറി. നമ്മുടെ യൂജി ആവട്ടെ ഒരു ഹൈസ്കൂൾ അത്ലറ്റിക് വൈബുള്ള ഒരു കൊച്ചാണ്. ഒരു സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന യൂജിയുടെ ലൈഫ് തന്നെ മാറുന്നത് ഇവന്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒക്കൾട്ട് ക്ലബ്ബ്. അതായത് മിസ്റ്റീരിയസ് ആയിട്ടുള്ള തിങ്സിനെ പറ്റിയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ആ ഒരു ക്ലബ്ബ് ഒരു ഒബ്ജക്റ്റ് കൊണ്ട് കാണിക്കുന്നുണ്ട്. ഇത് ഇന്ന് രാത്രിയിൽ പരിശോധിക്കണമെന്ന് പറഞ്ഞ്. ഈ ഒബ്ജക്റ്റ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെജൻഡറി കിങ് ഓഫ് കേഴ്സസ് എന്ന് വിളിക്കുന്ന റൈമോൻ സൂക്കുനയുടെ വിരളാണ്. ഇതേ സമയത്ത് ഈ ഒരു കേഴ്സ്ഡ് എനർജി ഒബ്ജക്റ്റിനെയൊക്കെ ഫൈൻഡ് ചെയ്യുവാൻ സോൾസറേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരാൾ വരുന്നുണ്ട്. അയാളുടെ പേരാണ് മേഗുമി ഫൂഷിഗൂറോ. നമ്മുടെ ഫൂഷിഗൂറോ ആദ്യം എത്തുന്നത് യൂജിയുടെ അടുത്താണെങ്കിലും യൂജി ഫ്രണ്ട്സിന്റെ കയ്യിലാണ് ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവനെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ഒരു ടൈമിലാണ് സീസണിന്റെ ആദ്യമായിട്ട് കേഴ്സുകൾ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നത്. നമ്മുടെ ഫൂഷിഗൂറോ ഒരു സോർസറർ ആണെങ്കിലും ജസ്റ്റ് ഒരു റൂക്കിയാണ്, അല്ലെങ്കിൽ തുടക്കക്കാരൻ മാത്രമാണ്. സോ എന്തുവാണേലും തൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ യൂജി ആ ഒരു ഫിംഗർ തിന്നുകയാണ്. അതായത് ആക്ച്വൽ ഡീമൺ ഗോഡായിട്ടുള്ള സുക്കോണയുടെ ഒരു വിരൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു യൂജി തിന്നിരിക്കുന്നു. എല്ലാവരും വിചാരിച്ചതുപോലെ സുക്കൂണയുടെ വിരൽ തിന്നപ്പോൾ ഇവൻ മരിക്കുകയല്ല ചെയ്തത്, എന്നാൽ സുക്കൂണയുടെ ഒരു വെസലായി മാറുകയും ചെയ്തു. അതായത് കൺട്രോൾ ചെയ്യുവാൻ സാധിച്ചു. ഈ ഒരു ടൈമിലാണ് അവിടെ നമ്മുടെ ഗോജോ എന്ന് പറയുന്ന ഷോ സ്റ്റീലർ വരുന്നത്. സുക്കൂണയുടെ വിരൽ തിന്നിട്ടും ഇവനൊന്നും പറ്റായിയാൽ ഇവനെ കൊണ്ട് ഒരു വലിയ ഗുണം ഉണ്ടാകുമെന്ന് ഗോജോയ്ക്ക് മനസ്സിലാകുന്നു. ഈ ഗോജോ എന്ന് പറയുന്ന ആളാവട്ടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ജുജുത്സു സോൾസറാണ്. ഗോജോ എന്നിട്ട് യൂജിക്ക് ഒരു ചോയ്സ് അങ്ങ് കൊടുക്കുകയാണ്. ഒന്നെങ്കിൽ നിന്നെ ഇപ്പോൾ തന്നെ ഞങ്ങൾ കൊല്ലും, കാരണം ഞങ്ങളുടെ ആ ഒരു ഹൈറാർക്കി അനുസരിച്ച് സൂക്കോണയുടെ ഫിംഗർ ആരാണോ വിഴുങ്ങിയത് അവനൊരു കേഴ്സ്ഡ് ഒബ്ജക്റ്റും കേഴ്സ്ഡ് ആയിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് ഒന്നെങ്കിൽ നിന്നെ ഞാനിപ്പോൾ കൊല്ലും, അല്ലെങ്കിൽ നമുക്ക് സുക്കോണയുടെ എല്ലാ ഫിംഗേഴ്സും നിന്നെ കൊണ്ട് കഴിപ്പിച്ചിട്ട് നിന്നെ അപ്പോൾ ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറയും. അതായത് ഒന്നെങ്കിൽ നിന്നെ ഇപ്പോൾ കൊല്ലും, അല്ലെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞ് കൊല്ലും. ഒബ്വിയസ്ലി നമ്മുടെ യൂജി സ്വീകരിക്കുന്നത് രണ്ടാമത്തെ മാർഗം തന്നെ ആയിരിക്കും. എന്നിട്ട് നമ്മുടെ യൂജി സുക്കൂണനെ കൺട്രോൾ ചെയ്യാൻ തനിക്ക് പറ്റും എന്നുള്ള രീതിയിൽ ഉറപ്പ് നൽകിയിട്ട്, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗോജോ ടെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്, ആ ഒരു ഉറപ്പ് നൽകിയിട്ട് ഇവരങ്ങ് ട്രെയിനിങ് അങ്ങ് ആരംഭിക്കുകയാണ്. സോ ഈ ഒരു കഥയുടെ ഭാഗം എത്തുമ്പോഴാണ് ജുജുത്സു ഹൈ എന്ന് പറയുന്ന ഒരു സ്കൂളും അവിടെ കുറെ ടീംസും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് സാധാരണ ജനങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് ഇത്തരം കേഴ്സുകളെയൊക്കെ കാണാനും അവർക്കെതിരെ പൊരുതുവാനും പറ്റുന്ന ഒരു പറ്റം പട്ടാളമായിട്ടുള്ള സോൾസറേഴ്സ്. സോ ഇത്തരത്തിലുള്ള ഒരു ജുജുത്സു ഹൈയിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു നമ്മുടെ ആദ്യം കേഴ്സ്ഡ് ഒബ്ജക്റ്റ് തിരയാൻ വന്ന മേഗുമി ഫുഷിഗൂറോ. അങ്ങനെ ഗോജോയുടെ നേതൃത്വത്തിൽ നമ്മുടെ യൂജി ടോക്കിയോ ജുജുത്സു ഹൈ എന്ന് പറയുന്ന ആ ഒരു സോൾസറർ സ്കൂളിൽ ചേരുകയാണ്. അവൻ ആകെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ളത് രണ്ട് പേരാണ്. ഒന്ന് മേഗുമി ഫുഷിഗൂറോ, 2 നൊബാര കുഗിസാഗി. ഇതിൽ നമ്മുടെ മേഗുമി ഫുഷിഗൂറോയുടെ കാര്യം പറയുകയാണെങ്കിൽ അവനൊരു സീരിയസ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ്. ഇനി നോബരയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു ഫിയേഴ്സ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻറ്റ് ഗേൾ ആണ്, അതും കൺട്രി സൈഡിൽ നിന്ന്. അങ്ങനെ മേഗുമിയും നൊബാരയും അവസാനം യൂജിയും കൂടെ ചേർന്നപ്പോൾ ഇവർ ടീം ഗോജോ ആയി. കാരണം ഗോജോ ആണല്ലോ ഇവരെ ഉദ്ധരിച്ച് കൊണ്ടുവന്നത്.
അങ്ങനെ കഥ മുമ്പോട്ട് പോകുമ്പോൾ ഇവരുടെ ഫസ്റ്റ് മിഷൻസും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്കും യുജിക്കും മനസ്സിലാകുന്ന വിധത്തിലാണ് സീരീസ് മുൻപോട്ട് പോകുന്നത്. അതായത് ആ ഒരു ട്രയോ റിയൽ ലൈഫായിട്ടുള്ള കേഴ്സുകളെ കാണുകയും അവരുമായിട്ട് പൊരുതുകയും കുറെ ലേൺ ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു ടൈമിൽ ഒരു സ്പെഷ്യൽ ഗ്രേഡ് കേഴ്സിനെ നമ്മുടെ യുജി ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് അവനെ കൊണ്ട് പറ്റത്തില്ല. ഈ ഒരു കേഴ്സിനെ തോപ്പിക്കണമെങ്കിൽ ഇവൻ്റെ ഉള്ളിൽ ഇവൻ തന്നെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിമൺ ആയിട്ടുള്ള ആ ഒരു കിങ് ആയിട്ടുള്ള നമ്മുടെ സുക്കോണനെ ഉണർത്തണം. സോ അതിൻ്റെ ഇടയ്ക്ക് ഇവർ തമ്മിൽ കുറച്ച് ഉടമ്പടിയൊക്കെ വെച്ചിട്ട് സുക്കൂണേനെ അവൻ്റെ ബോഡി ടേക്ക് ഓവർ ചെയ്യാൻ നമ്മുടെ യുജി സമ്മതിക്കുകയാണ്. അങ്ങനെ സുക്കൂണ ആ ഒരു ബീസ്റ്റിനെ ധൂളിക്ക് സമമാക്കിക്കൊണ്ട് അവിടെ ജയിക്കുകയാണുള്ളത്. ഈ ഒരു ടൈമിൽ കേവലം 2 ഫിംഗേഴ്സ് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ യുജി തിന്നിട്ടുള്ളത്. എന്നിട്ട് പോലും സുക്കൂണയുടെ പവർ കാണുമ്പോൾ റൊമാൻസിഫിക്കേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. സുക്കൂണ ടേക്ക് ഓവർ ചെയ്ത സമയത്ത് അവൻ്റെ തന്നെ ഹാർട്ട്, അതായത് സുക്കൂണ ടേക്ക് ഓവർ ചെയ്തിരിക്കുന്ന ബോഡി യുജിയുടെ ആണല്ലോ, അവിടെ നിന്ന് അവർ തമ്മിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യമാകുമെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ തന്നെ ഹാർട്ട് റിപ്പ് ഔട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഒരു ടെമ്പററി രൂപേണ നമ്മുടെ യുജി മരിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ തന്നെ നമ്മുടെ ഉൾബോധ മനസ്സ് അല്ലെങ്കിൽ ഇൻസൈഡ് ഡൊമൈൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന സ്ഥലത്തിൽ വെച്ച് സുക്കൂണയും യുജിയും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുകയും തിരിച്ച് യുജി ജീവനോടെ വരികയും ചെയ്യുന്നു. യുജിയുടെ ബോഡി എക്സാമിൻ ചെയ്തിരുന്ന ടൈമിലാണ് നമ്മുടെ യുജി തിരിച്ച് ജീവനോടെ വന്നത്. അപ്പോൾ അവിടെ ഗോജോയും ഉണ്ടായിരുന്നു. ഗോജോ എന്നാൽ യുജിയുടെ ഈ സർവൈവലിനെ ഹൈഡാക്കി വെച്ചു. കാരണം യുജിനെ ഒരു വെസലാക്കിക്കൊണ്ട് സാക്കുണോയുടെ എല്ലാ ഫിംഗേഴ്സും ഇവനെ കൊണ്ട് കഴിപ്പിച്ചിട്ട് കൊല്ലാമെന്നുള്ള ഗോജോയുടെ പദ്ധതിയെ ഗോജോയുടെ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് സമ്മതമല്ലായിരുന്നു. സുക്കൂണോ തിരിച്ചു വന്നാലുണ്ടാകുന്ന വിപത്തിനെ കുറിച്ച് ആലോചിച്ചാണ് ഇവർ എന്ത് വിധേനയും ഗോജോയുടെ സമ്മതമുണ്ടെങ്കിലും ഇല്ലെങ്കിലും യുജിനെ കൊല്ലണമെന്ന് തീരുമാനിക്കുകയാണ്. ബട്ട് എനിവേസ് കാലാന്തരത്തിൽ യുജി നല്ല രീതിയിൽ തന്നെ കേഴ്സ്ഡ് എനർജീനെ കൺട്രോൾ ചെയ്യുവാൻ ഗോജോയുടെ അടുത്തിൽ നിന്നും പഠിക്കുന്നുണ്ട്. ഈ ഒരു കാലയളവിൽ തന്നെ നമ്മുടെ ഗോജോ എന്ന് പറയുന്ന ആ ഒരു ഇൻസൈൻ സോഴ്സറിനെ പവർ തന്നെ ഷോക്കേസ് ചെയ്യുന്ന ഇൻസൈൻ ആയിട്ടുള്ള കുറേ എപ്പിസോഡ്സ് ഒക്കെ ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ ജോഗോ എന്ന് പറയുന്ന ആൾ ഗോജോനെ അറ്റാക്ക് ചെയ്ത എപ്പിസോഡ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഗോജോ ഏത് ലെവലാണ്. ഈ ഒരു ടൈമിലാണ് നമ്മുടെ ഗോജോയുടെ ഡൊമൈൻ എക്സ്പാൻഷൻ ആയിട്ടുള്ള ഇൻഫിനിറ്റ് വോയിഡ് ഒക്കെ നമ്മൾ കാണുന്നത്. ഈ ഒരു ഫൈറ്റ് തന്നെ ഷോ ചെയ്യുന്നത് ഗോജോയുടെ ഡോമിനൻസ് ആണ് എൻറ്റയർ ഷോയിൽ. അതായത് ഡൊമൈൻസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന്റെ ഇൻട്രൊഡക്ഷനും ഇത് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതേ തുടർന്ന് കഥ മുന്നോട്ട് പോകുമ്പോൾ 2 മേജർ ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യുകയാണ്, കെൻറ്റോ നനാമിയും മാഹിറ്റോയും. ഇതിൻ്റെ അകത്ത് നമ്മുടെ നനാമി എന്ന് പറയുന്നത് ഒരു ഫോർമർ സാലറി മാൻ ആയിരുന്നു. എന്നാൽ ഇദ്ദേഹം ഒരു ഗ്രേഡ് 1 സോൾസറാണ്. നമ്മുടെ ഗോജോയുടെ ഒക്കെ ഒരു ഫ്രണ്ട് എന്ന രൂപേണ പറയാം. രണ്ടാമത്തെ ആളാണ് മാഹിറ്റോ. മാഹിറ്റോ ഒരു ന്യൂ വില്ലൻ തന്നെയാണ്. ജുജുത്സു കൈസന്റെ മാങ്ക രീതിയിൽ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ എ കേഴ്സ്ഡ് സ്പിരിറ്റ് ബോൺ ഫ്രം ഹ്യൂമൻ ഹേറ്റ്രഡ് ആൻഡ് ഫിയർ എന്ന് തന്നെ പറയാം. ഐഡിയൽ ട്രാൻസ്ഫിഗറേഷൻ എന്ന് പറയുന്ന സെറ്റപ്പ് വെച്ചിട്ട് ബാക്കിയുള്ള ബോഡീസിനെ എല്ലാം റീഷേപ്പ് ചെയ്തും മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു 1.5 വില്ലൻ തന്നെയാണ് മാഹിറ്റോ. മാഹിറ്റോയുടെ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ് കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ജുൻപെയ് യോഷിനോ. എന്നാൽ ഇത് മനസ്സിലാക്കിയ യുജി ഇവനുമായിട്ട് ഫ്രണ്ട്സ് ആകുകയും ചെയ്യുന്നുണ്ട്. ബട്ട് ഇവഞ്ച്വലി മാഹിറ്റോ തന്നെ ജുൻപെയിനെ കില്ലുകയും യുജിയുടെ ആ ഒരു കംപ്ലീറ്റ് റേജ് കാണുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ യുജിയും നനാമിയും കൂടെ ചേർന്ന് മാഹിറ്റോയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ നനാമി ഇവൻ്റെ ഒരു സാർ എന്ന രൂപേണ തന്നെയാണ്. കാരണം ഗോജോ ഇപ്പം നിലവിലില്ല, ഡിസ്റ്റൻസ് ചെയ്തിരിക്കുകയാണ് അവനിൽ നിന്ന് തന്നെ. ബട്ട് എന്നിരുന്നാലും മാഹിറ്റോ എങ്ങനെയൊക്കെ എസ്കേപ്പ് ചെയ്യുകയാണ്. അവൻ സിവിയർലി ഇഞ്ചേർഡ് ആണ്, ബട്ട് സ്റ്റിൽ എസ്കേപ്പ് എന്ന് തന്നെ പറയാം. തുടർന്ന് ആ ഒരു മിഷനും അവസാനിപ്പിച്ചു കഴിഞ്ഞ് യുജി തിരിച്ച് ജുജുത്സു ഹൈയിലേക്ക് പോവുകയാണ്. ഈ ഒരു ടൈമിലാണ് നമ്മുടെ യുജി മരിച്ചിട്ടില്ലെന്ന വിവരം ഫ്രണ്ട്സ് പോലും അറിയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സിനെയാണ് തുടർന്ന് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ആള് ടോഡോ, ഒരു മസ്കുലർ ആയിട്ടുള്ള, എപ്പോഴും നിനക്ക് ഏത് ടൈപ്പുള്ള ഗേൾസിനെയാണ് ഇഷ്ടമെന്ന് ചോദിക്കുന്നു. ഇവഞ്ച്വലി അവൻ യുജി ആയിട്ട് ബെസ്റ്റ് ഫ്രണ്ട് ആണ് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ റിലേഷൻഷിപ്പ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് അടിയും പിഴക്കും ഒക്കെ ഇടയ്ക്കുണ്ട്. രണ്ടാമത്തെ ആള് മായി സെനിൻ ക്ലാനിൽപ്പെട്ട ഒരു സോൾസറാണ്. ഇതേ കൂടാതെ അവരുടെ സെക്കൻഡ് ഇയേഴ്സ് ആയിട്ടുള്ള കാമോൻ, ഒറുട്ടോഷി, മീവ, മോമോ, മേജമാമുറു ഇവരെയും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ സീനിയേഴ്സ് ആയിട്ടുണ്ടായിരുന്ന മാഗി സെനിനും ടോഗെ ഇനുമാക്കിനെയും പാണ്ഡേനെയും കൂടി നമുക്ക് ഈ ഒരു എപ്പിസോഡുകളിൽ പരിചയപ്പെടുത്തുന്നതാണ്. ഇതിൽ മാക്കി സെനിൻ നമ്മുടെ മായി സെനിന്റെ ട്വിൻ സിസ്റ്റർ തന്നെയാണ്. ബട്ട് കേഴ്സ്ഡ് എനർജി പവർ ഇല്ല. എടുത്തു പറയുകയാണെങ്കിൽ അവൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് കേഴ്സ്ഡ് ടൂൾസ് ആണ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി നമ്മുടെ ഇനുമാക്കിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേഴ്സ്ഡ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. അതായത് ഇവന്റെ വാക്കുകളിൽ, വേർഡ്സിൽ ഭയങ്കര പവറാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവൻ ആ ഒരു പവറിന്റെ ഇമ്പാക്റ്റ് ഒഴിവാക്കാൻ വേണ്ടി അധികം സംസാരിക്കാറില്ല. ഇനിയിപ്പോൾ സംസാരിച്ചാൽ തന്നെ കൂടുതൽ അവൻ ഫുഡിന്റെ ഒക്കെ കാര്യങ്ങളായിരിക്കും പറയുന്നത്. അടുത്തത് പാൻഡയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ടോക്കിംഗ് പാൻഡ തന്നെയാണ്. സത്യം പറയുകയാണെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പൾ ആണ് ഇവനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രെങ്തും സ്പീഡും ഡിഫൻസും ഒക്കെ ഇവന്റെയും അതുല്യം തന്നെയാണ്.
സോ ഈ രണ്ട് സ്കൂളുകൾ തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് ഇവൻ്റാണ് പിന്നീട് നടക്കുന്നത്. ഇവിടെ ക്യോട്ടോ സ്കൂളിന്റെ പ്രിൻസിപ്പൾ സത്യം പറഞ്ഞാൽ യൂജിനെ കില്ല് ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുക്കുകയാണ്. കാരണം എന്താണ്? സുക്കൂണയുടെ ഫിംഗേഴ്സ് വിഴുങ്ങിയ സുക്കൂണയുടെ വെസൽസ് ആയിട്ടുള്ള ഇവനെ ഒരിക്കലും ജീവിച്ചുകൂടാ. ഈ സ്കൂൾ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു മത്സരങ്ങൾക്ക് തന്നെയാണ്. എന്നാൽ ഈ മത്സരത്തിന്റെ ഇടയ്ക്ക് ഹനാമി എന്ന് പറയുന്ന ആൾ വന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. ഈ ഒരു ടൈമിൽ രണ്ട് സ്കൂളുകളും യുണൈറ്റ് ചെയ്ത് സർവൈവലിന് വേണ്ടി പോരാടുകയാണ്. ബട്ട് അറ്റ് ലാസ്റ്റ് നിങ്ങൾ തന്നെ ഊഹിച്ച് കാണും ആരാണ് ആ ഒരു ഫൈറ്റ് എൻഡ് ചെയ്തതെന്ന്. ഗോജോ ആ ഒരു ഫൈറ്റ് ഡിവാസ്റ്റേറ്റിംഗ് ഹോളോ പർപ്പിൾ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ആ ഒരു ലിമിറ്റ്ലെസ് പവേഴ്സിന്റെ അട്രാക്ഷനും റിപ്പൾഷനും ഫോഴ്സും കൊണ്ട് എല്ലാത്തിനെയും ആ ഒരു പാത്തിൽ നിന്ന് മാറ്റിക്കളയുകയാണ്. ഈ ഒരു എപ്പിസോഡിന്റെ കൂടെ അവസാനമാകുമ്പോൾ ഗോജോയ്ക്ക് എന്തേറെ റിബല്യസ് സ്റ്റാൻസ് ആണ് തൻ്റെ ആ ഒരു ഓൾഡ് ആയിട്ടുള്ള ഹൈറാർക്കി സിസ്റ്റത്തിനോടുള്ളതെന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുകൂടാതെ തന്നെ സെനിൻ ക്ലാനിന്റെ ഇൻഫ്ലുവൻസും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമ്മുടെ യൂജിയും നോബാരയും മെഗുമിയും ഓരോരോ കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടേക്കാണ്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഹ്യൂമൻ മ്യൂട്ടേഷൻ ഇൻസിഡൻസ്. ഇത് സത്യം പറഞ്ഞാൽ കോസ് ചെയ്തത് മാഹിറ്റോയാണ്. ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് ഈ ഒരു ട്രയോ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈസോയും കെജിസുവും. എൻ്റെ പ്രൊണൗൺസിയേഷൻ അത്ര നല്ലതെന്നല്ലെന്നറിയാം, ഒന്ന് ക്ഷമിക്കുക. ഇവർ സത്യം പറഞ്ഞാൽ രണ്ട് ഡെത്ത് പെയിന്റിംഗ് ബ്രദേഴ്സ് തന്നെയാണ്. ഈ ഒരു ടൈമിലാണ് നമ്മുടെ മെഗ്യൂമി ഒരു പവർഫുൾ കേഴ്സുമായിട്ട് ബാറ്റിൽ ചെയ്യുകയും അവൻ്റെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡൊമൈൻ എക്സ്പാൻഷൻ വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്, ഷിമേറ ഷാഡോ ഗാർഡൻ. ബട്ട് എന്നിരുന്നാലും ഇവനൊരു ചൈൽഡ് പ്ലേ അല്ലെന്ന് കാണുന്നിരുന്നവർക്ക് മനസ്സിലാവും. യൂജി നൊബേറെ ആണെങ്കിൽ ഈസോയിനെയും കിജിസുവിനെയും സിങ്കർണൈസ് ചെയ്തിട്ടുള്ള ടീം വർക്കിലൂടെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം യൂജി ഈ ഒരു ടൈമിൽ ഇമോഷണലി വീക്ക് ആകുകയാണ്. കാരണം ഇവൻ ഈ ഹ്യൂമൻസിനെ കൊല്ലുന്നു. ഈ കേഴ്സുകൾ ഇവരുടെ ബോഡിയാണല്ലോ ധരിച്ചിരിക്കുന്നത്. ഈ ഒരു ആർക്ക് കൂടി കഴിഞ്ഞപ്പോഴേക്ക് സീസൺ 1 തീരുകയാണ്. അവർ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്: ദ ട്രയോ ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് ആസ് ദ ഗ്രേഡ് 1 സോഴ്സറേഴ്സ് ഇൻ ട്രെയിനിങ്. അതായത് ഇനിയും ഗ്രേറ്റർ മിഷൻസിലേക്ക് ഇവർ റെഡിയാണെന്നുള്ള രൂപേണയാണ് സീസൺ 1 അവസാനിക്കുന്നത്. ഇനി ഇതിന്റെ ഷാഡോ സീക്രറ്റ്സ്, അതായത് സ്റ്റുഡൻസ് ഗ്രോ ചെയ്യുന്ന സമയത്ത് അവരുടെ വില്ലൻസ് ഈ ഒരു സീക്രറ്റ് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ മാഹിറ്റോയും ഗേറ്റോയും കൂടെ. ഇതിനകത്ത് ഗേറ്റോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു ഫോർമർ സോഴ്സറാണ്, പിന്നീട് അത് കേഴ്സ് യൂസറായിട്ട് മാറിയതാണ്. ഇദ്ദേഹം ഒരു അലയൻസിന് വേണ്ടി കൈകോർത്തിരിക്കുകയാണ്, ഹ്യൂമാനിറ്റീനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് ജുജുത്സു വേൾഡിനെ തന്നെ ഓവർത്രോ ചെയ്യാൻ വേണ്ടി. ഇപ്പോഴും സുക്കൂണയുടെ പ്ലാൻ എന്താണ്? കാരണം ഒരു ഉടമ്പടിയുടെ പ്രകാരമാണല്ലോ യൂജി ആയിട്ടുള്ള ബോഡി കൈമാറ്റമൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സുക്കൂണയുടെ പ്ലാൻ എന്താണെന്ന് ഇതുവരെ സീസൺ 1 വെളിപ്പെടുത്തിയിട്ടില്ല. ബട്ട് എന്നിരുന്നാലും കാണുന്നവർക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, സുക്കൂണ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് യൂജിയുടെ ബോഡി കംപ്ലീറ്റ്ലി ഇവന് കിട്ടുവാൻ വേണ്ടി, സീസ് ചെയ്തെടുക്കുവാൻ വേണ്ടി. ഇപ്പോൾ കുറച്ചൊക്കെ എന്ന് പറഞ്ഞാലും ഇവനെ സർപ്രൈസ് ചെയ്യാൻ പറ്റുമല്ലോ. സോ അവസാന രൂപേണ സീസൺ 1 ഒരു എൻഡിങ് പറയുകയാണെങ്കിൽ യൂജി സത്യം പറഞ്ഞാൽ സുക്കൂണയുടെ വെസലായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരൊരു ട്രയോ ഫോം ചെയ്തു. ഗോജോ ആണ് അതിൻ്റെ ടീച്ചർ. എടുത്തു പറയുകയാണെങ്കിൽ സീസൺ 1 അവസാനിക്കുന്നത് തന്നെ ഒരു വലിയ ഗ്രേറ്റർ ത്രെട്ട് ആയിട്ടുള്ള ഷിബുയ ഇൻസിഡൻറ്റിനെ കൈകോർത്തിണങ്ങിക്കൊണ്ടാണ്. സോ ഇനിയും ഗ്രേറ്റർ മിഷൻസ് അവരെ തേടി വരുവാനിരിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ടാണ് സീസൺ 1 അവസാനിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 24 എപ്പിസോഡുള്ള ഈ ഒരു സീസണിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ കാനോൺ ഇവൻറ്റ്സ് മാത്രം അടങ്ങിയിട്ടുള്ള ഒരു ബ്രീഫ് സമ്മറി എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരുന്നു ഇത്. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ ബിലോ. അടുത്ത ജുജുത്സു കൈസൻ സീസൺ 2 എക്സ്പ്ലനേഷൻ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. Told you